ഇതെന്താ നേരത്തെ കുളിച്ചിറങ്ങി റെഡി ആയിട്ട് നിൽക്കുന്നത്? ശ്രേയസിന്റെ കൂടെ കളിക്കാൻ പോവാണോ? അല്ല. പിന്നെ നേരം വെളുത്തപ്പോ തന്നെ ഇത്ര സുന്ദരി കുട്ടിയായിട്ട് ഒരുങ്ങി നിൽക്കുന്നത് എന്തിനാ? ഞാൻ അത്രയ്ക്ക് സുന്ദരി ആയിട്ടുണ്ടോ? എന്റെ ചക്കരക്കുട്ടി, വീട്ടിലെ ജോലി ചെയ്യാൻ എന്നെ ഹെൽപ്പ് ചെയ്യില്ലേ നീ? വീട്ടിലെ ജോലി ചെയ്യണോ? ഓക്കേ. ഇന്ന് എല്ലാത്തിനും ഓക്കേ എന്ന് പറയുന്നുണ്ടല്ലോ എന്റെ മുത്ത്. ഗുഡ് മോർണിംഗ് സീതാ മേഡം. ഗുഡ് മോർണിംഗ് സർ. വരൂ വരൂ. ഗുഡ് മോർണിംഗ്. ഇരുന്നോളൂ. സർ ഒരു മിനിറ്റ്. ഹലോ സീത, നിന്റെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? അങ്ങനെ എന്തോ നിന്റെ ചേട്ടനോട് ആ ലോയർ പറയുന്ന കേട്ടു. എനിക്ക് നിന്റെ അത്ര പഠിപ്പില്ലല്ലോ, എനിക്കതൊന്നും മനസ്സിലാവില്ല. അതെന്താണെന്ന് നീ തന്നെ ഒന്ന് ചോദിച്ചു നോക്ക്. ഇന്ന് 2ാം ശനിയല്ലേ, നിനക്ക് ലീവ് ആണെന്ന് ഞാൻ ലോയറേട്ടനോട് പറഞ്ഞിരുന്നു. അയാൾ ചിലപ്പോ നിന്റെ വീട്ടിലേക്ക് വരും. ഇവിടെ എത്തിയിട്ടുണ്ട് ഏട്ടത്തി. വന്നിട്ടുണ്ടോ? ഇയാള് റോക്കറ്റിനേക്കാൾ ഫാസ്റ്റ് ആണല്ലോ. ഇപ്പോ വന്നതേ ഉള്ളൂ ഏടത്തി. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാം. ആ ശരി ശരി, നീ അദ്ദേഹത്തോട് സംസാരിക്കേ. കാര്യം ഒന്ന് അവതരിപ്പിക്കുന്നതിന് മുമ്പേ അവൻ അവിടെ എത്തിയിട്ടുണ്ടെന്ന്. എന്തോ ഞാൻ പറഞ്ഞില്ലെന്നാരും പറയരുത്. എന്റെ ജോലി കഴിഞ്ഞു. ഇനി എന്തായാലും അവളായി അവനായി. സീത എന്താ പറഞ്ഞത്? സംസാരിച്ചിട്ട് തിരിച്ചു വിളിക്കാമെന്ന് പറഞ്ഞു. ഭാഗ്യം അവൻ ഇന്ന് എന്നോട് അങ്ങോട്ട് വരാൻ പറഞ്ഞില്ലല്ലോ. ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് ആ നരഭോജി എന്റെ തല തിന്നനെ. ഓരോ വള്ളികളെ. എടി ആ ഓയിൽമെന്റ് എടുത്ത് തന്നേ. ആരുടെ വീട്ടിൽ നിന്നാ എടുക്കണ്ടേ? ഇരുന്നോളൂ. ഇതെന്താ സ്റ്റേഡിയം കാലിയായതുപോലെ ഉണ്ടല്ലോ. കളിക്കാരും കാണുന്നുമില്ലല്ലോ. അയ്യോ പാവം. രാമൻ വന്നാലെങ്കിലും എല്ലാവരും ഒരുമിച്ച് ഭക്ഷണമൊക്കെ കഴിക്കുമെന്ന് എന്റെ അച്ഛൻ ദശരഥ മഹാരാജാവ് കണ്ട സ്വപ്നം ഇത്രയും പെട്ടെന്ന് എക്സ്പയർ ആയോ? സാധന, നിന്റെ അളിയനോട് ഭക്ഷണം കഴിക്കാൻ പറ. ഞാനിപ്പോ തന്നെ വരാം. ശരി ചേച്ചി. സിദ്ധയ്യ, ആരൊക്കെ എങ്ങനെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണമെന്ന് പറഞ്ഞാലും നമ്മുടെ വയറ്റിലേക്ക് നമ്മൾ തന്നെ ഭക്ഷണം കഴിക്കണം. എനിക്കെന്തായാലും വിളമ്പ്. ആ എടുക്കെടുക്ക്. ഗുരുവായൂരപ്പ, ഞാൻ പറഞ്ഞത് ആരും ഇവിടെ കേൾക്കാതിരുന്നാ മതിയായിരുന്നു. അത്ര മാത്രം മതി. ഇതായിട്. നായ പൈസ കയ്യിലില്ല. സംസാരം കേട്ട റിസർവ് ബാങ്ക് ഗവർണരും. ഇങ്ങിതാ ഞാൻ വിളമ്പാം. ഇല്ല മോളെ, ഞാൻ കൊടുത്തോളാം. നിങ്ങൾ ഇരിക്കുക, ഭക്ഷണം കഴിക്കുന്നേ. സാരമില്ല, കുറച്ചുകൂടെ കഴിയട്ടെ. റാമിനെയും കാണുന്നില്ലല്ലോ. എവിടെ പോയി? ചെക്കനെ രാവിലെ മുതൽ ഇവിടെ എങ്ങും കാണാനില്ല. ഓ, ബാറ്റ്സ്മാൻ സ്ഥലത്തില്ല. ചേച്ചി, രാമനെ എവിടെയും കാണുന്നില്ലെന്ന്. ചേച്ചി എവിടെയെങ്കിലും കണ്ടായിരുന്നോ? റാമിനെ വീട്ടില് കാണുന്നില്ലെന്നോ? അപ്പോ അവനിനി സത്യമായിട്ടും മലേഷ്യക്ക് പോയി കാണൂ. ഞാൻ വരുന്ന കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാണല്ലേ? അവരെക്കാൾ ഞാൻ ഫാസ്റ്റ് ആണല്ലോ. എന്തോ പ്രോബ്ലം ഉണ്ടെന്ന് പറഞ്ഞല്ലോ. മോളെ, അങ്കിളിന് കുടിക്കാൻ കുറച്ച് വെള്ളം എടുത്തിട്ട് വരുമോ? ചെല്ല്. ഒരു പ്രോബ്ലം ഉണ്ട്. എന്ത് പ്രോബ്ലം സർ? കുടിച്ചോ. സിഹി, നീ എന്താ കാണിച്ചത്? സോറി സർ. അത് വിട്ടേക്ക് സീത, മക്കളല്ലേ, അവരങ്ങനല്ലേ. ചെല്ല്, വെള്ളം എടുത്തിട്ട് വാ. ഞാൻ കൊടുക്കില്ല. സിഹി, സാരമില്ല, പോട്ടെ സീത. ഇപ്പോ പ്രശ്നം എന്താണെന്ന് വെച്ചാ, ഇപ്പോ ഈ വീടിന്റെ ലോൺ അടയ്ക്കാതിരുന്നാൽ
ബാങ്കിന് ഈ വീട് ജപ്തി ചെയ്യാമെന്ന് സീത ഈ പേപ്പറിൽ സൈൻ ചെയ്ത് കൊടുത്തിരുന്നോ? സർ, എനിക്ക് സത്യമായിട്ട് അറിയില്ല. അവരെ സൈൻ ചെയ്യാൻ പറഞ്ഞിടത്തൊക്കെ ഞാൻ സൈൻ ചെയ്തേ ഉള്ളൂ. നോക്ക്, സീതയുടെ ഇന്നസെൻസിനെ എത്ര മിസ്യൂസ് ചെയ്തിട്ടുണ്ടെന്ന്. സീത ഇങ്ങനൊരു സൈൻ ഇട്ടില്ലായിരുന്നെങ്കിൽ എനിക്ക് ഫൈറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. ഡോണ്ട് വറി സീത മാഡം, ഞാൻ എന്റെ കഴിവിന്റെ പരമാവധി ശ്രമിക്കാം. സീതയ്ക്കിപ്പോ ഞാനുണ്ടല്ലോ. പ്ലീസ് എന്തെങ്കിലും ചെയ്തതൊന്ന് ശരിയാക്കി തരൂ. യെസ്, ഓഫ് കോഴ്സ്. സീത നല്ലപോലെ ഒന്ന് സഹകരിച്ച ഞാനെല്ലാം വേഗം ശരിയാക്കി തരാം. സിഹി, നിന്നോട് ഞാൻ വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞില്ലേ? ചെല്ല്. സീത മാഡം, എനിക്ക് വെള്ളം വേണ്ട. ഞാൻ നെക്സ്റ്റ് ടൈം വരുമല്ലോ, അന്ന് സീത ചായ ഉണ്ടാക്കുന്നു, ഞാൻ കുടിക്കുന്നു, എല്ലാം നടക്കും. ആക്ച്വലി ഇന്ന് എനിക്ക് ഒരുപാട് ജോലിയുണ്ട്. സീതയുടെ കാര്യത്തിന് പ്രഥമ പരിഗണന, അതുകൊണ്ടാ വന്നത്. സീത മാഡം, എന്നാ ഞാൻ പോട്ടെ. വീട്ടിലേക്ക് വരുന്നവരോട് ഇങ്ങനെയാണോ പെരുമാറുന്നത്? വേണ്ടാത്തതൊക്കെ പഠിച്ചു വെക്കുന്നുണ്ട് നീ. എനിക്ക് അയാളെ തീരെ ഇഷ്ടമല്ല. അയാളോട് വരണ്ടെന്ന് പറഞ്ഞോ? അയാൾ അതിന് നമ്മുടെ വീട്ടിലേക്ക് വരുന്നത്? ഇയാളില്ലെങ്കിൽ നമ്മുടെ വീടിനെ ആർക്കും രക്ഷിക്കാൻ കഴിയില്ലെന്ന് സിഹിയോട് എങ്ങനെ പറഞ്ഞ? എന്താടാ ഇത്രയും കാലം കഴിഞ്ഞ ഇപ്പോഴാണോ സീതയുടെ വീട്ടിലേക്കുള്ള വഴി മനസ്സിലായത്? പാവം ഒറ്റയ്ക്ക് എത്ര കഷ്ടപ്പെടണ്ടെന്നറിയോ? നിനക്കൊന്ന് സഹായിക്കാൻ നോക്കിക്കൂടെ? അത് തന്നെ എന്റെ ഉദ്ദേശം. ഉദ്ദേശോ? അത് നിന്റെ കടമയാണെന്നറിയില്ലേ? കുടുംബമാകുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലുമൊക്കെ പറഞ്ഞെന്നിരിക്കും. അതിന് എങ്ങോട്ടെങ്കിലൊക്കെ പോകുന്നത് എന്തിനാന്നേ? സർ, മോസ്റ്റ്ലി നിങ്ങൾ എന്നെ ചൂടായതൊന്നും അല്ലടാ, പറഞ്ഞു തന്നൊന്നു മാത്രം. നിങ്ങൾ ഉദ്ദേശിക്കുന്ന വ്യക്തി ഞാനല്ലെന്ന് തോന്നുന്നു. നീ സീതയുടെ വീട്ടിലേക്കല്ലേ വന്നത്? അതെ, അത് പക്ഷെ ഞാൻ സിഹി, ഞാൻ എത്ര നേരമായി ചോദിക്കാൻ, നീ ആരെ വെയിറ്റ്? നോക്ക് സീതമ്മ, ചേട്ടൻ എന്ന് പറയുന്നവനെ ഇത്രയും വർഷം കഴിഞ്ഞിട്ടാ ഒന്ന് വരാൻ തോന്നിയ. ഇതൊക്കെ ഒന്ന് ചോദിക്കാനായിട്ട് ആരെങ്കിലും ഒന്ന് വേണ്ട ഇവിടെ? അതുകൊണ്ട് ചോദിക്കായിരുന്നു. ഒരു ചേട്ടനാകുമ്പോ അനിയത്തിയെ നോക്കേണ്ട ഉത്തരവാദിത്വമൊക്കെ ഇല്ലേ? എന്താ ചേട്ടനോ? അച്ഛാ, ഇത് ലോയറാണ്. വീടിന്റെ പ്രശ്നത്തിന് ഹെൽപ്പ് ചെയ്യാൻ വന്നതാ. രുദ്രപ്രതാപ് എന്നാ പേര്. അയ്യോ, സോറി. നിങ്ങളെ കണ്ടപ്പോഴേ സീതയുടെ ചേട്ടനായിട്ടാ തോന്നിയേ. ചേട്ടൻ അല്ല. അതൊന്നും സാരില്ല. ലോയർ എന്ന് പറഞ്ഞാലും വീട്ടുകാര് തന്നെയല്ലേ. ചേട്ടന്റെ തുല്യ സ്ഥാനമാ. ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ ഞങ്ങളുടെ സീതയുടെ കാര്യത്തിൽ സഹായിക്കുന്നതിന്. ശാന്ത, ശാന്ത, ഒന്നിങ്ങോട്ട് വരൂ. ഇതാരാ വന്നിരിക്കുന്നതെന്ന് നോക്കിയേ. ലോയർ അടി മോളെ, ലോയർ. നമസ്കാരം മോനെ. രുദ്രപ്രഭാർ എന്നാട്ടോ പേര്. പ്രതാപ്, രുദ്രപ്രതാപ്. RP എന്ന് വിളിക്കുന്നതാവും എനിക്കിഷ്ടം. ഞങ്ങളുടെ സീതയെ സഹായിക്കാൻ വന്ന ലോയർ. ഒരുപാട് സന്തോഷം മോനെ. എന്തെങ്കിലും ചെയ്ത് ഞങ്ങളുടെ സീതയെ ഈ പ്രശ്നത്തിൽ നിന്നൊന്ന് രക്ഷിക്കണം മോനെ. സീത മാഡം, എന്തുണ്ടെങ്കിലും കോൾ ചെയ്തോളൂ, ഞാനുണ്ടല്ലോ.
ദൈവത്തിനോട് ഞാൻ പ്രാർത്ഥിക്കുന്നതൊക്കെ നടന്നാ മതിയായിരുന്നു. ഹലോ, എടാ പ്ലാനിൽ ചേഞ്ചസ് ഒന്നും ഇല്ലല്ലോ അല്ലേ? ഇല്ല എന്ന് പറഞ്ഞതല്ലേ? ഇല്ലടാ, സേഫ്റ്റിക്ക് ഒരു പ്രാവശ്യം കൂടി ചോദിച്ചതേ ഉള്ളൂ. ഹെലികോപ്റ്റർ റെഡിയാക്കുന്നതിനൊന്നും ഒരു പ്രശ്നമില്ല. നീ പറഞ്ഞാൽ എന്ത് വേണമെങ്കിലും നടക്കും. പക്ഷെ അവര് പറഞ്ഞ എങ്ങനെ സമ്മതിപ്പിക്കും? അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബോസ് ഡൽഹിയിലാണ്, അർജന്റായിട്ട് കൊണ്ടുവരണം എന്നല്ലേ? പിന്നെ എന്താ പറയണ്ടേ? ഒരു കളവിന് 1000 കള്ളം പറയേണ്ടി വരുമെന്നല്ലേ? അതാ ഇത്. എന്നാ നീ സത്യം പറഞ്ഞേക്ക്. ഏയ്, നിന്റെ കെട്ടിറങ്ങിയില്ലേ? അവരെന്നെ പിന്നെ ഏത് രീതിയിലാ കാണാൻ പോകുന്നേ? സംസാരിക്കുക പോലും ഉണ്ടാവില്ല. പാവമുണ്ട് എന്റെ കുട്ടി സിഹി. എന്നും രാവിലെ എനിക്ക് വേണ്ടി ഓഫീസിലേക്ക് ഭക്ഷണം കൊടുത്തയച്ചാടാ. അവളെ ഞാൻ ഹെലികോപ്റ്ററിൽ കറങ്ങാൻ കൊണ്ടുവന്ന് പറഞ്ഞതിനാണ് അവളിതൊക്കെ ചെയ്തത്. പാവം. ചപ്പാത്തി ഉണ്ടാക്കുമ്പോഴൊക്കെ ഹെലികോപ്റ്റർ ആയിരിക്കും അവളുടെ മനസ്സിലെ. പാവം, എത്ര ഇന്നസെന്റ് അല്ലേ? ഇതൊക്കെ അറിഞ്ഞിട്ട് ഞാനൊന്നും ചെയ്തില്ലെങ്കിൽ ഞാൻ എന്നോട് തന്നെ ക്ഷമിക്കില്ല. എടാ, നീ എല്ലാം റെഡിയാക്കി വെച്ചോ, ഞാൻ ഇപ്പൊ കൂട്ടിക്കൊണ്ട് വരാം. ശരി, ബൈ. മോനെ, ഒരു മിനിറ്റ്. താങ്ക്സ്. അല്ല, ഇതൊക്കെ ഞാൻ ചെയ്യുന്നുണ്ടല്ലോ, അതിന് എനിക്ക് ഫീസ് വേണം കേട്ടോ. ഹേയ്, താങ്ക്സ്. എത്ര താങ്ക്സ്. വക്കടാ ഫോൺ. ഓക്കേടാ. ലോയർ രുദ്രപ്രതാപ് അല്ലേ? ഇയാൾ എന്തിനാ ഇങ്ങോട്ട് വന്നത്? സിഹി, ഞാൻ എത്ര നേരമായി ചോദിക്കാൻ നിന്നോട്, നീ ആരെയും കാത്തിരിക്കുന്നത്? പറയുന്നില്ലല്ലോ. സർപ്രൈസ്. എന്നോടും പറയില്ലേ സർപ്രൈസ്? കളിക്കാൻ പോകുന്നുണ്ടോ നീ? ഫ്രണ്ട്സിന്റെ അച്ഛനും അമ്മയും ആരെങ്കിലും വരുന്നുണ്ടോ? പറ, വീടൊന്ന് ക്ലീൻ ആക്കിയിട്ടേക്കാം. ഇല്ല. പിന്നെ കുറച്ച് ഓവറാ സിഹി ഇതൊക്കെ. എനിക്ക് എന്തോ കൂടി ചോദിക്കാനുണ്ടായിരുന്നല്ലോ. എന്താ അത്? മറന്നുപോയല്ലോ ഭഗവാനെ. സീതമ്മ, നീയും വന്ന് വന്ന് മൂർത്തിയപ്പൂപ്പനെ പോലെ ആകുന്നുണ്ടോ? സീതയെ സിഹിയെ വിളിക്കാൻ പോയതാ ഒരാള്, വിളിക്കാൻ പോയതാ മറവിയുടെ മഹാരാജാവ്. ഹായ് സിഹി മോളെ, നമ്മുടെ വീട്ടിലേക്ക് വരാനാണ് ഇങ്ങനെ റെഡിയായത്. എന്നാ വേഗം വാ. വാ സീത. ശരി അമ്മേ. വാ, മുത്തശ്ശി വിളിക്കുന്ന കേട്ടില്ലേ? ഹായ്. ഹാപ്പി ആയില്ലേ? സൂപ്പർ. ഹായ്. ഹായ്. നമ്മുടെ സീതമ്മ രാവിലെ മുതൽ ചോദിച്ചോണ്ടിരിക്കുക, ആർക്ക് വേണ്ടി റെഡിയാവുന്നേ, ആർക്ക് വേണ്ടിയായി റെഡിയാവുന്നേന്ന്. ഇപ്പൊ മനസ്സിലായോ? ഞാൻ എന്റെ ആത്മാർത്ഥ ഫ്രണ്ടിനെ കാത്തിരുന്നതാ. ഇവളാണോ നിന്നോട് വരാൻ പറഞ്ഞത്? ചേച്ചേ, ഇല്ല, ഞാൻ തന്നെ വന്നതാ. സിഹി, ഇതൊക്കെ നിന്റെ പണിയല്ലേടി? വഴക്ക് പറയണ്ട, പാവം. എനിക്ക് വേണ്ടിയല്ലേ എന്റെ ഫ്രണ്ട് ഇത്ര ക്യൂട്ടായി റെഡിയായത്? എനിക്ക് വേണ്ടിയല്ലേ കാത്തിരുന്നത്? വേഗം എഴുന്നേറ്റ് റെഡിയായി. നീയോ? ഞാൻ എഴുന്നേറ്റതേ നിന്നെ കാണാൻ വേണ്ടിയാ. സൂപ്പർ ഫ്രണ്ടാ നീ. നീ എന്നേക്കാൾ സൂപ്പറാ. അല്ല, നീയാ സൂപ്പർ. എന്താന്ന് പറ. എന്താ? എന്തുകൊണ്ടെന്ന് വെച്ചാൽ നീ എന്നെ ഹെലികോപ്റ്ററിൽ കറങ്ങാൻ കൊണ്ടുപോവാന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ടാ. ഒറ്റയ്ക്കാണല്ലേ വന്നത്? ഹെലികോപ്റ്റർ എവിടെ? സിഹി, നിങ്ങളെന്താ വിളിച്ചിട്ട് അകത്തേക്ക് വരാത്തെ? ഓ, വാ മോനെ വാ. നമസ്കാരം അമ്മേ. നമസ്കാരം അച്ഛാ. ഓ, നീയാണോ? ശാന്തേ, എനിക്കെപ്പോഴും മറവിയാന്ന് പറഞ്ഞ് കളിയാക്കണല്ലേ? എന്നാ ഇതാരാണെന്ന് എനിക്ക് മനസ്സിലായി. ആരാണെന്ന് പറ.
അതെ മോളെ, മുൻപ് നമ്മുടെ വീട്ടിലേക്ക് വന്ന ആളല്ലേ? കറക്റ്റ് സമയത്താ നിങ്ങൾ വന്നത്. ഇന്ന് ഞങ്ങളുടെ വീട്ടിലെ വാഷിംഗ് മെഷീൻ ഒന്ന് ഉദ്ഘാടനം ചെയ്യാന്ന് വിചാരിച്ചിരിക്കായിരുന്നു. ഇത് ഡെലിവറി ചെയ്തവര് തന്നെ പൂജ സമയത്ത് കയറി വരുന്നത് എന്തോ ശുഭലക്ഷണമായിട്ട് തോന്നുന്നു. ഇൻസ്റ്റാൾ ചെയ്തതൊക്കെ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാമെന്നായിരിക്കുമല്ലേ? സോറി ട്ടോ മോനെ, അങ്ങനെ എപ്പോഴും ഇങ്ങനെയാ. അതെന്താ, ഇയാള് വാഷിംഗ് മെഷീന്റെ ആളല്ലേ? മുത്തശ്ശ, ഇതെന്റെ ഫ്രണ്ട് റാം. സീതമ്മയുടെ ഓഫീസിലാ ജോലി ചെയ്യുന്നത്. നമ്മളന്ന് പാട്ടൊക്കെ പാടി കളിച്ചില്ലേ? സോറി ഏട്ടാ മോനെ, എന്റെ വയറ് കുറച്ച് ക്രോസ് കണക്ഷൻ ആയി കിടക്കുക. അത് കുഴപ്പമൊന്നുമില്ല. നീ അകത്തേക്ക് വാ മോനെ, പൂജയുണ്ട്. ഓ, എന്താ വിശേഷം? വാഷിംഗ് മെഷീൻ ഉദ്ഘാടനം. ബാ ഫ്രണ്ട്, കൂടാ. വാ സീത. വിളിക്കുന്നത് കേട്ടില്ലേ? വരൂ. ഓക്കെ. ശ്രീരാമ രാമ രാമ ശ്രീരാമ ചന്ദ്രാജയ ശ്രീരാമ ചന്ദ്രാജയ ശ്രീരാമ രാമ രാമ ശ്രീരാമ നാമം പാടി വന്ന പൈങ്കിടി പെണ്ണെ ശ്രീരാമസ്തുതി നേടുക മടിയാതെ. അച്ഛാ, ചായ. താങ്ക് യു മോളെ. ഇപ്പൊ ഇതിനൊക്കെ പറ്റുന്നുണ്ടല്ലോ നിനക്ക്, അത് തന്നെ സന്തോഷം. രാമൻ വരുന്നതിന് മുൻപ് നിന്നെ ഇതിനൊന്നും കിട്ടാറില്ലായിരുന്നല്ലോ. ഒന്ന് വിടച്ച. 2 ജോലി എനിക്ക് ഒരുപോലെയല്ലേ? ഓഫീസ് ജോലി ആയാൽ എന്താ, ദേശായി കുടുംബം എന്ന് പറഞ്ഞാ അത് എന്റെ വീട് തന്നെയല്ലേ? അവിടെ ജോലി ചെയ്യുന്നോണ്ട് എനിക്ക് എന്താ? എന്ത് ജോലിയാണെങ്കിലും എനിക്ക് സന്തോഷ. അച്ഛാ, ചായ കുഴപ്പമില്ലല്ലോ? മധുരമൊക്കെ ഓക്കെ അല്ലേ? നീ ഉണ്ടാക്കുന്ന ചായയിലും മധുരമൊക്കെ കറക്റ്റ് അല്ലേ? എന്റെ അമ്മോ, സത്യമായിട്ട് ഞാൻ വല്ലാതെ പേടിച്ചിരിക്കുമായിരുന്നു. ആ സാധനം വന്ന് രാവിലെ തുടങ്ങി എന്റെ ചെവി തിന്നുവരുന്ന അച്ഛാ. ആ ടെൻഷനിൽ എനിക്ക് മധുരം പോലും ശരിക്കും നോക്കാൻ പറ്റിയില്ല. സാധന അതിനെന്താ പറഞ്ഞത്? അവള് അപ്പുനെ ഭക്ഷണം കഴിക്കാൻ വിളിക്കാൻ പോയിരുന്നു. അവൻ അവളെ അവിടെ കണ്ടില്ല. അവനിനി മലേഷ്യക്ക് പോയോന്ന് കരുതി വലിയ ഒച്ചപ്പാടുണ്ടാക്കിക്കൊണ്ടിരിക്കുക. അല്ലച്ചാ, അവൻ ഇനി മലേഷ്യക്ക് പോവാൻ ഞാൻ സമ്മതിക്കുന്നു തോന്നുന്നുണ്ടോ? ഇനിയിപ്പൊ ഞാൻ സമ്മതിച്ചാലും അച്ഛൻ സമ്മതിക്കോ? വിടാനോ? അവൻ ഒരു ഗുദാമിലേക്കും വിടില്ല ഞാൻ. അല്ല പിന്നെ. അല്ലച്ചാ, അപ്പു എങ്ങോട്ടാ പോയത്? അതെന്തോ പുറത്തു പോവാന്ന് പറഞ്ഞ പോലെ, ഞാനൊന്നും ചോദിക്കാനൊന്നും നിന്നില്ല. അതെ അതെ, പറഞ്ഞു പോവാൻ പറ്റുന്ന സ്ഥലമാണെങ്കിൽ നമ്മൾ ചോദിക്കാതെ തന്നെ അവൻ നമ്മളോട് പറഞ്ഞു പോവുമല്ലോ. അല്ലേ അച്ഛാ? ഇനിയിപ്പൊ ചോദിക്കാനൊന്നും നിക്കണ്ട. സത്യമാ, ഇപ്പൊ അവൻ മുൻപത്തെ പോലൊന്നും അല്ല മോളെ. അതെന്താ? അത് ഇപ്പോ ഞാൻ നിനക്കൊരു രഹസ്യം പറഞ്ഞുതരാം. രഹസ്യം? നിന്നോട് മാത്രം പറഞ്ഞുതരാം. നിനക്ക് ഞാനേ അവന് നല്ലൊരു പെൺകുട്ടിയെ കണ്ടെത്താനുള്ള ഉത്തരവാദിത്വം ഏൽപ്പിച്ചിരുന്നില്ലേ? ആ ജോലിയിൽ നിന്ന് നിന്നെ പിരിച്ചു വിട്ടിട്ടാ. എനിക്ക് മനസ്സിലായില്ല. അന്നേ ഹോട്ടലിൽ നിന്ന് ലഞ്ച് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു വന്നില്ലേ? അന്ന് നിന്നോട് പറയാനിരുന്നതാ. അതായത് നീ ഇനി ഏത് പെൺകുട്ടിയെ കൊണ്ടുവന്നാലും അവനിനി ഇഷ്ടപ്പെടാനുള്ള സാധ്യതയില്ല. ആ കാര്യമുണ്ടല്ലോ, അതെനിക്ക് അന്നേ മനസ്സിലായതാ. അതായത് അവൻ ഇനിയൊരു കല്യാണത്തിന് സമ്മതിക്കുകയില്ലെന്ന്. അത് അവന്റെ ഉറച്ച തീരുമാനാണച്ചാ. അതൊന്നും അല്ല മോളെ. ആരോ അവന്റെ തപസ് ഇളക്കിയിട്ടുണ്ടോന്ന് എനിക്കൊരു സംശയമുണ്ട്. റിയലി? അച്ഛാ, ഇതൊക്കെ ഒരു രഹസ്യമാണോ? നമ്മുടെ അപ്പു എന്ന് വെച്ചാ നമ്മുടെ അപ്പു ഇനി ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ട് അച്ഛാ? നീ സീതയെ കിട്ടിന്ന് കരുതണ്ട. ഒരു സംശയം, അത് ഞാൻ ചോദിച്ചാ അവനില്ലെന്ന് പറയും. നിനക്ക് അവനെ അറിയില്ലേ? എന്ന് വെച്ചാ അച്ഛാ, നമ്മുടെ അപ്പു പ്രേമത്തില് വീഴാൻ ചാൻസ് ഉണ്ടെന്നാ? അതിനെന്തെങ്കിലും പോസിബിലിറ്റീസ് ഉണ്ടോ? നീ ഇങ്ങനെ ചോദിക്കല്ലേടി. അവനൊന്ന് പ്രേമിച്ചോട്ടെന്ന്, അതിലെന്താന്നേ? പക്കാ ക്വാളിഫൈഡ് ബാച്ചിലറല്ലേ അവൻ. ഞാൻ പറയുന്ന കുട്ടിയെ തന്നെ കല്യാണം കഴിക്കണമെന്ന് വാശി പിടിക്കുന്ന ആളല്ല ഈ മുത്തച്ഛൻ. രൂപം, ഗുണം, അന്തസ്, അതിന്റെ എല്ലാം മുകളില് തങ്കപ്പെട്ടൊരു മനസ്സ്, റാം എന്ന വ്യക്തിത്വമുള്ള
ആ ചെറുക്കനെ പ്രേമത്തിൽ വീഴ്ത്താൻ ഒരു സീത എവിടെ ഉണ്ടെന്ന് തോന്നുന്നു. അതിന് എന്റെ അനുഗ്രഹം എന്തിനാ? ആ ശ്രീരാമചന്ദ്രന്റെ ആശീർവാദം പോരെ. രാമ, മലേഷ്യയിലേക്ക് വേഗം നീ തിരിച്ചു പോകുന്നു കരുതിപ്പോ നീ പെണ്ണ് നോക്കിക്കൊണ്ടിരിക്കുവാണോ? ഇല്ല ഇല്ല, ഇതങ്ങനെ നെഗ്ലക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. വിഷയം എന്താണെന്ന് എത്രയും പെട്ടെന്ന് അറിഞ്ഞേ പറ്റൂ.